Hi everyone, welcome to A Plus Training Solutions. So നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യൂണിറ്റ് 7 എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. So arrange the following activities in sequence as per their occurrence during a year. ഒരു വർഷത്തിൽ ഈ ദിവസങ്ങൾ വരുന്ന ആ ഒരു ഓർഡറിൽ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. വേൾഡ് ഫോറസ്ട്രി ഡേ ഉണ്ട്, വേൾഡ് ഹെറിറ്റേജ് ഡേ ഉണ്ട്, വേൾഡ് എൻവയോൺമെന്റൽ ഡേ ഉണ്ട്, വേൾഡ് ഓസോൺ ഡേ, വേൾഡ് പോപ്പുലേഷൻ ഡേ. സോ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ ദിവസങ്ങൾ ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് എന്നറിയണം. വേൾഡ് ഫോറസ്ട്രി ഡേ എന്നാണ്, വേൾഡ് ഹെറിറ്റേജ് ഡേ എന്നാണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ്, വേൾഡ് ഓസോൺ ഡേ, വേൾഡ് പോപ്പുലേഷൻ ഡേ. ഇതിൽ മിനിമം ഒരു 3 എണ്ണമെങ്കിലും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ നിന്ന് അതിനെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ് ജൂൺ 5. സോ ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണെന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അതുപോലെ തന്നെ സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ എന്നും കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഡേറ്റ് അറേഞ്ച് ചെയ്യാനൊന്ന് നോക്കിയേ. എനിക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. The answer is A, B, C, E, D. അപ്പം നമുക്ക് ആ ഡേറ്റുകളും കൂടെ നോക്കാം. എ വേൾഡ് ഫോറസ്ട്രി ഡേ മാർച്ച് 21. ഓക്കെ, ലോക വനദിനം മാർച്ച് 21 ജലദിനം മാർച്ച് 22, വാട്ടർ ഡേ മാർച്ച് 22. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 3-4 ഡേറ്റ്സ് ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ദെൻ വേൾഡ് ഹെറിറ്റേജ് ഡേ ലോക പൈതൃക ദിനം ഏപ്രിൽ 18. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ജൂൺ 5 അറിയാം. വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ 16. അതുപോലെ തന്നെ വേൾഡ് പോപ്പുലേഷൻ ഡേ ജൂലൈ 11. ഇമ്പോർട്ടൻ്റ് ആണ് പോപ്പുലേഷൻ ഡേ ജൂലൈ 11. സോ ഇതിനെ ഇനി ഓർഡറിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലോ. ആദ്യം വരുന്ന വേൾഡ് ഫോറസ്ട്രി ഡേ ആണ് എ, ദെൻ ബി ഏപ്രിൽ 18, ദെൻ സി എൻവയോൺമെൻറ്റ് ഡേ ജൂൺ 5, ദെൻ ഇ ആണ് വരുന്നത് ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ, ആൻഡ് ഫൈനലി വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ 16. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഡേറ്റുകൾ മിനിമം ഒരു 3 എണ്ണത്തിൻ്റെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ആർ ദ ബിഗസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ബിഗസ്റ്റ് ഡാംസ് ഇതിൽ രണ്ടിൽ ഏതാണ്? ഇതിലേതൊക്കെ നിങ്ങൾക്ക് അറിയാം. സർദാർ സരോവർ ഡാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡാമാണ് സർദാർ സരോവർ ഡാം. ദെൻ ഫക്ര ഡാം ഉണ്ട്, ടെറി ഡാം, ഹിരാക്കുഡ് ഉണ്ട്. ഇതിലേതൊക്കെയാണ്? ബി ആൻഡ് സി. ടെറി ഡാമും ഫക്ര ഡാമുമാണ് ഇതിൽ ഏറ്റവും ബിഗസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫക്ര ഡാമും ടെറി ഡാമും. ഓക്കെ, സർദാർ സരോവർ ഡാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, നമ്മളത് പഠിച്ചതാണ്. ദെൻ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ് എർത്ത് ഡേ ആൻഡ് എൻവയോൺമെന്റ് ഡേ ആർ സെലിബ്രേറ്റഡ്? ലോക ഭൗമ ദിനം അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം, ലോക പരിസ്ഥിതി ദിനം, ഇത് രണ്ടും ഏതൊക്കെ ഡേറ്റുകളിലാണ്? ഓപ്ഷൻസ് എ, ബി, എ, സി, എ, ഡി അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് പേജിലുണ്ട്. സോ ഇതിലേതാണ് എർത്ത് ഡേ ഏതാണെന്ന് ആദ്യം നോക്കുക. എൻവയോൺമെന്റ് ഡേ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ജൂൺ 5. എർത്ത് ഡേയും വളരെ ഫേമസ് ആണ്. ഏപ്രിൽ 22 എർത്ത് ഡേ. ഓക്കെ, സോ എ ആൻഡ് സി ആണ് ആൻസർ വരുന്നത്. എ ആൻഡ് സി. ക്ലിയർ? ആൻഡ് സി ആണ് ആൻസർ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എർത്ത് ഡേ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നോക്കുക, മറ്റു ഡേറ്റുകളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം മാർച്ച് 22 ജലദിനമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ജൂൺ 5 പരിസ്ഥിതി ദിനം. അങ്ങനെയുള്ള ഓരോ ഡേറ്റുകളും നിങ്ങൾക്ക് അപ്പോൾ സോർട്ട് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം ബാലൻസ് വരുന്ന ഇയർ ആയിരിക്കും. സി നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ജൂൺ 5 പരിസ്ഥിതി ദിനം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഉത്തരത്തിലോട്ട് എത്തുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് given below are two statements. One is labeled as assertion and another is reason assertion question ആണ്. assertion എന്ന് പറഞ്ഞാൽ the prevailing mode of development through industrialization and obsession with infinite growth has impaired ecosystem. Okay, then obsession with the growth without limits has overstrained the natural resource base. assertion reason question ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ എന്ന് നോക്ക്. Both A and R are true. R is the correct explanation of A. Then B, A ഉം ശരിയാണ്, പക്ഷെ R correct explanation അല്ല Aയുടെ. Then A is true, R is false. A is false, R is true. Option 1 ആയിരുന്നു. ഓക്കെ, രണ്ടും ശരിയാണ്. അതുപോലെ തന്നെ R is the correct explanation of A. Okay. Then next question.
വാട്ട് വാസ് ദ തീം ഓഫ് ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ 2023? 2023 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താണ് എന്ന് നോക്കൂ. കണക്ടിങ് പീപ്പിൾ ഓഫ് നേച്ചർ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഗോ വൈൽഡ് ഫോർ ലൈഫ്, 7 ബില്യൺ സ്ട്രീംസ് 1 പ്ലാനറ്റ്. ഇതിലേതാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ? വർഷം നോക്കുക, 2023. ഇതിലേതാണ്? കണക്ടിങ് പീപ്പിൾ ഓഫ് നേച്ചർ ആണോ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണോ, ഗോ വൈൽഡ് ഫോർ ലൈഫ് ആണോ, 7 ബില്യൺ ഡ്രീംസ് 1 പ്ലാനറ്റ് ആണോ? ഇതില് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് 2023 വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് ആ ഒരു തീം. 2024 അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റിസ്റ്റോർ. സോ ഇതാണ് 2024 തീം. സോ 2 വർഷത്തെ നമ്മൾ ഇനി എക്സാം എഴുതാൻ മുമ്പ് 2024 കൂടെ നോക്കുക. ഓക്കെ, 23 എന്താണ്? പ്ലാസ്റ്റിക് ആണ് ആ മെയിൻ തീം വരുന്നത്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ 2023. 2024 അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന തീമാണ്. ഓക്കെ. Then next, who among the following coined the term cultural ecology? In his famous book Theory of Cultural Change, the Methodology of Multilinear Evolution. അപ്പോൾ കൾച്ചറൽ എക്കോളജി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കൾച്ചറൽ എക്കോളജി, ഹ്യൂമൻ എക്കോളജി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോളജി ഉണ്ട് അല്ലേ? അപ്പം കൾച്ചറൽ എക്കോളജി ഇതിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഷിവാർഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, JH ഷിവാർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കൾച്ചറൽ എക്കോളജി. സോ അദ്ദേഹത്തിൻ്റെ ഈ ബുക്കും കൂടെ നിങ്ങളൊന്ന് നോക്കുക. ബുക്ക് ഏതാണ്? തിയറി ഓഫ് കൾച്ചറൽ ചേഞ്ച്. തിയറി ഓഫ് കൾച്ചറൽ ചേഞ്ച് അപ്പോൾ ആരുടെയാണെന്നും വേണമെങ്കിൽ ചോദിക്കാം. ആരുടെയാണ്? JH ഷിവാർഡിൻ്റെ ആണ്. ഇതിൽ പറയുന്നതാണ് കൾച്ചറൽ എക്കോളജി എന്ന് പറയുന്ന ആ ഒരു ടേം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഹ്യൂമൻ എക്കോളജിയുടെ കാര്യം നോക്കുക. ഹ്യൂമൻ എക്കോളജി എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഫേമസ് എൻവയോൺമെന്റൽ NGO തരുൺ ഭാരത് സംഘ് വാസ് ഫൗണ്ടഡ് ബൈ. ഇതിൽ ആരാണ് തരുൺ ഭാരത് സംഘ് സ്റ്റാർട്ട് ചെയ്തത്? തരുൺ ഭാരത് സംഘ് ആരുടെയാണ്? രാജേന്ദ്ര സിംഗ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, തരുൺ ഭാരത് സംഘ്. ഓക്കെ, സോ ദ എൻവയോൺമെന്റൽ NGO തരുൺ ഭാരത് സംഘ് വാസ് ഫൗണ്ടഡ് ബൈ രാജേന്ദ്ര സിംഗ്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള എൻവയോൺമെന്റലിസ്റ്റ് ആണ്. The next, who is the author of the monograph An Environmental History of World? Environmental History of World എന്ന് പറയുന്ന മോണോഗ്രാഫ് അത് ആരുടെയാണ്? സോ മോണോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഒരു സ്കോളർലി പബ്ലിക്കേഷൻസിനെയാണ് മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ ആൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് വേൾഡ് ആരുടെയാണ്? എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ആരുടെയാണ്? അതിന്റെ ഓഥർ ആരാണ്? ആ ഒരു മോണോഗ്രാഫിന്റെ ഓഥർ ആരാണ്? ഡൊണാൾഡ് ഹ്യൂക്സ് ആണ് ഇതിന്റെ ഓഥർ. ആൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ഡൊണാൾഡ് ഹ്യൂക്സ്. ഓക്കെ, ഇതെന്താണ്? ഒരു മോണോഗ്രാഫാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് വരുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ആക്ട്സ് അല്ലെങ്കിൽ പോളിസീസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് വർഷങ്ങൾ. ഓക്കെ, നിങ്ങൾ ആക്ട്സ് നോക്കുക. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. അതുപോലെ തന്നെ വർഷങ്ങൾ നോക്കുക. 72, 2002, 86, അതുപോലെ തന്നെ 2016. ഇതിൽ നമുക്കറിയാം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് അപ്പം 2016 ആയിരിക്കും. അപ്പം B3 വരുന്നതും C1 വരുന്നതുമായിട്ടുള്ള ആൻസർ B3യും C1ഉം. അപ്പോൾ ഓപ്ഷൻ 3 തന്നെ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ 3 ആണെന്ന് നോക്കാം. യെസ്, ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ബാലൻസ് ഉള്ള നോക്കാം. A2 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 ആണ്. ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, ആൻഡ് ഫൈനലി പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ കിട്ടും. അത് ഏതായിരിക്കും? 2016 ആയിരിക്കും. കുറെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആക്ട് ആണ് അല്ലെങ്കിൽ റൂളാണ് അത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഈ വർഷങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, സോ അതാണ് മാച്ച് ദ ഫോളോയിങ്. സോ നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ നോക്കൂ. ആഫ്റ്റർ ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്റർകാസ്റ്റ് റിലേഷൻസ് ഹാവ് ചേഞ്ച്ഡ് ഫ്രം ജജുമാനി ടു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്സ്. അപ്പം എന്താണ് ഒരു ഗ്രീൻ റെവല്യൂഷൻ ടൈമിന് അതിനുശേഷം ഒരു ജജുമാനി സിസ്റ്റത്തിൽ നിന്ന് ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിലോട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ റീസൺ ദ ഗ്രീൻ റെവല്യൂഷൻ ഹാസ് ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ടു സർവീസ് കാസസ് ഇൻ ഡൈവേഴ്സ് ഓക്കുപ്പേഷൻസ്. സർവീസ് കാസസിന് ഡൈവേഴ്സ് ഓക്കുപ്പേഷൻസിലോട്ട് ഇത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി? ഇത് രണ്ടും ശരിയാണോ? രണ്ടും ശരിയാണ് അല്ലേ?
അതുപോലെ തന്നെ 6 ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ, എയുടെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണത്. അപ്പോൾ ഓപ്ഷൻ 1 തന്നെയാണ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാനുള്ളത്. ഇതിൻ്റെ ബാലൻസ് നമുക്കൊരു തേർഡ് പാർട്ട്, 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു.